പ്രാണനായി. രചന നിലാവിൻ്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. എന്താ പച്ച, എന്തിനാ വിളിച്ചത്? മറ്റുള്ളവരെയൊന്നും ഗൗനിക്കാതെ മിത്ര ഐസക്കിനോടായി ചോദിച്ചു. അത് പിന്നെ മോളെ, ഇവർക്ക് മോളെ കാണണമെന്ന്. ഐസക്ക് എന്ത് പറയണമെന്ന് അറിയാതെ അവരെ നോക്കിക്കൊണ്ട് മിത്രയോട് അത്രയും പറഞ്ഞു നിർത്തി. എന്നെ കാണാൻ വരെ ഇവരാരാ? മിത്ര അവരെ നോക്കി ഭാവഭേദമൊന്നുമില്ലാതെ ചോദിച്ചു. അത് മോളെ, അവർക്കൊരു അബദ്ധം പറ്റിയതാണ്. ഇന്ന് സത്യമെല്ലാം പറഞ്ഞ അവർ വന്നിരിക്കുന്നത്. ഐസക്ക് പറഞ്ഞത് കേട്ട് മിത്രയുടെ ചുണ്ടിൽ പുച്ഛം വിരിഞ്ഞു. കുഞ്ഞി, നിന്റെ അപ്പാക്ക് ഏട്ടന്മാർക്കൊരു തെറ്റ് പറ്റി. നിന്നെ ചതിച്ചതാണെന്ന് ഇപ്പോഴാണ് അറിഞ്ഞത്. മോളെല്ലാം ക്ഷമിച്ച് ഞങ്ങളുടെ കുഞ്ഞിയായി വരണം. സത്യം അറിഞ്ഞത് കൊണ്ടല്ലേ ഇപ്പം ഈ സ്നേഹപ്രകടനം? ഒരിക്കലും നിങ്ങളോട് പൊറുക്കാൻ എനിക്കാകില്ല. ഈ ദേവമിത്ര മരിക്കുവോളം നിങ്ങൾ ഓരോരുത്തരും പറഞ്ഞതും ചെയ്തതും എല്ലാം എൻ്റെ ഉള്ളിലുണ്ടാകും. ഒരു തെറ്റും ചെയ്യാത്ത എന്നെ നിങ്ങളൊക്കെ അവിടെ നിന്ന് തള്ളിപ്പറഞ്ഞ് ഇറക്കി വിട്ടപ്പോൾ എനിക്ക് എത്ര വേദനിച്ചെന്ന് അറിയോ? അന്നൊരു പെണ്ണാണെന്ന് കൂടി ഓർക്കാതെയല്ലേ നിങ്ങൾ എന്നെ ഇറക്കി വിട്ടത്? ഇച്ചായൻ്റെ സ്ഥാനത്ത് വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഇതേപോലെ നിങ്ങളുടെ മുന്നിൽ നിൽക്കാൻ ഉണ്ടാകുമായിരുന്നോ? മിത്രയുടെ കടുപ്പിച്ചുള്ള വാക്കുകൾ കേട്ടതും അയ്യരുടെയും മക്കളുടെയും മുഖം കുനിഞ്ഞു. മോളെ, ക്ഷമിക്കടി. ഞങ്ങൾക്ക് ഞങ്ങളുടെ പഴയ കുഞ്ഞായി നിന്നെ വേണം. ഇനി ഒരിക്കലും വേദനിപ്പിക്കാതെ പൊന്നുപോലെ നോക്കിക്കൊള്ളാം. അതിനെന്താ ഇത്ര ഉറപ്പ്? നാളെ വേറെ ആരെങ്കിലും എനിക്കെതിരെ തെളിവും കൊണ്ട് വന്നാ നിങ്ങളെല്ലാം വീണ്ടും എന്നെ തള്ളിപ്പറയില്ലെന്ന് എന്താ ഉറപ്പെന്ന്? പിന്നെ അന്ന് ദേവമംഗലം വീടിന്റെ പടി ഇറങ്ങിയപ്പോൾ ഞാൻ ഉറപ്പിച്ചതാ, ഇനി ആ വീടിന്റെ പടി ചവിട്ടില്ലെന്ന്. മോളെ കുഞ്ഞി, ദീക്ഷിത്ത് നിറ കണ്ണുകളോടെ വിളിച്ചു. ആരൊന്നും പറയണ്ട. നിങ്ങളുടെയൊക്കെ മകളും പെങ്ങളും മരിച്ചതല്ലേ, പിന്നെ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഇതാ എന്റെ കുടുംബം. ഇനി ആരും ഇവിടെ നിൽക്കണമെന്നില്ല. അത് പറഞ്ഞ് ആരെയും നോക്കാതെ മിത്ര വെട്ടിത്തിരിഞ്ഞ് റൂമിലേക്ക് പോയി. അപ്പോഴാണ് ശരിക്കും ഐസക്കനും കുഞ്ഞുണ്ടും ഡാനിക്ക് സമാധാനമായത്. കാരണം അവൾ അവരുടെ കൂടെ പോകുമോ എന്നൊരു ഉൾഭയം അവർക്കുണ്ടായിരുന്നു. ഡേവിഡിന് പിന്നെ പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. കാരണം അവനറിയാമായിരുന്നു ഒരിക്കലും അവൾക്ക് ഇനി ആ പഴയ കുഞ്ഞിയാകാൻ പറ്റില്ലെന്ന്. കൊച്ചു പെട്ടെന്ന് വന്ന ദേഷ്യത്തിൽ പറഞ്ഞതാകും. ദേഷ്യം മാറിയിട്ട് സാവകാശം പറഞ്ഞ് മനസ്സിലാക്കാം. അയ്യരുടെയും മക്കളുടെയും നിറഞ്ഞ കണ്ണുകൾ കണ്ട ഐസക്ക് പറഞ്ഞു, അതൊരിക്കലും പറ്റില്ല. വാശിയുടെ കാര്യത്തിൽ അവൾ ഒട്ടും പിന്നിലേക്കല്ല. അവളുടെ മനസ്സ് മാറുന്നത് വരെ കാത്തിരിക്കാം. അത്രയ്ക്ക് വലിയ തെറ്റാണല്ലോ ഞങ്ങൾ അവളോട് ചെയ്തത്. നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് അയ്യര് പറഞ്ഞു. കുറച്ചു നേരം ഐസക്കിനോടും ഡേവിഡിനോടും സംസാരിച്ചിരുന്നിട്ടാണ് അവരവിടുന്ന് ഇറങ്ങിയത്. അയ്യർക്കും മക്കൾക്കും അത്ഭുതമായിരുന്നു മിത്ര ഇങ്ങനെ ആ വീട്ടിൽ കഴിയുന്നതെന്ന് ആലോചിച്ച്. കാരണം അവരുടെ വീടിന്റെ പകുതി പോലും ഇല്ലായിരുന്നു ഐസക്കിന്റെ വീട്. അവരുടെ വീട്ടിലെ സുഖ സൗകര്യങ്ങളൊന്നും ആ വീട്ടിലില്ല. എന്നിട്ടും അവിടെ അവൾ ഹാപ്പിയാണെന്ന് ആലോചിച്ചപ്പോൾ കുറ്റബോധം തോന്നി. റൂമിലെത്തിയ മിത്രയ്ക്ക് വല്ലാത്ത ദേഷ്യം തോന്നി. പൊട്ടി വന്ന ദേഷ്യം അടക്കി അവൾ ബെഡിലിരുന്നു. അപ്പോഴാണ് ഡേവിഡ് അങ്ങോട്ട് കയറി വന്നത്. ദേവാ. ഡേവിഡിന്റെ വിളി കേട്ടതും മിത്ര മുഖമുയർത്തി അവനെ നോക്കി. നീ ഒരിക്കലും അവരോട് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ഒന്നുമില്ലെങ്കിൽ അവർ നിന്റെ അപ്പയും ഏട്ടന്മാരും അല്ലേ. അവരുടെ തെറ്റ് മനസ്സിലാക്കി അവർ തന്നെ ഇങ്ങോട്ട് വന്നില്ലേ? ഇച്ചാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി. എനിക്കൊരിക്കലും അവരോട് ക്ഷമിക്കാൻ കഴിയില്ല. കാരണം അവർ കാരണം എനിക്ക് അത്രയും വേദനിച്ചിട്ടുണ്ട്. അവർ ഞാൻ മരിച്ചു പോയെന്ന് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്ക് എത്രമാത്രം വേദനിച്ചെന്ന് അറിയോ? അതെന്താ ആരും കാണാത്തത്? ചങ്ക് പൊട്ടി ഞാൻ കരഞ്ഞു പറഞ്ഞ അവരോട്. പക്ഷെ ആരും ഒന്നും എന്നെ കേട്ടില്ല. അത് ഇച്ചായന് പകരം മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു എൻ്റെ അവസ്ഥ? ഒന്നും മരണം വരെ ഈ ദേവമിത്രയ്ക്ക് മറക്കാനാകില്ല. നിർത്ത്. ഞാൻ അവരുടെ കൂടെ പോകണം എന്നാണ് ഇച്ചായൻ ഉദ്ദേശിക്കുന്നത്. ഞാനൊരു ശല്യമായെങ്കിൽ എങ്ങോട്ടെങ്കിലും പൊക്കോളാം. പക്ഷെ അവരുടെ കൂടെ പറഞ്ഞുവിടാന്ന് കരുതണ്ട. മതി ദേവ, ഒരിക്കലും നീ ഒരു ശല്യമായിട്ട് തോന്നിയിട്ടില്ല. ഇനി തോന്നുകയില്ല. നിനക്ക് ആഗ്രഹമുള്ള കാലത്തോളം നിനക്കിവിടെ നിൽക്കാം. ആരും നിന്നെ തടയില്ല. അവളോട് ഇനിയും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായ ഡേവിഡ് ഗൗരവത്തിൽ അതും പറഞ്ഞ് പുറത്തേക്ക് പോയി. രാത്രി റൂമിലേക്ക് വന്ന കീർത്തി കാണുന്നത് റൂമിലിരുന്ന് സിഗരറ്റ് വലിക്കുന്ന ദീക്ഷിത്തിനെയാണ്. അല്ല, പെങ്ങളെ കൊണ്ടുവരാൻ പോയിട്ട് എന്തായി? അവൾ വന്നില്ലേ? അവനെ നോക്കി പൂച്ചത്തിൽ ചോദിച്ചതും ദീക്ഷിത്ത് അവളെ ദേഷ്യത്തിൽ നോക്കി. എന്നെ നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട. അവളും പച്ചയായ മനുഷ്യൻ തന്നെയാ. നിങ്ങളൊക്കെ കാരണം അവൾ ഒരുപാട് വേദനിച്ചിട്ടുണ്ട്. ഏതായാലും അത്രയൊന്നും വരില്ല. ഇപ്പൊ അപ്പയും മക്കളും അനുഭവിക്കുന്ന വേദന. പിന്നെ ഒരിക്കലും ഇനി അവൾ തിരിച്ചു വരുമെന്ന് നിങ്ങളൊന്നും കരുതണ്ട. നിങ്ങളെപ്പോലെ തന്നെ വാശിയും ദേഷ്യവും ഒക്കെ അവൾക്കുണ്ട്. അത് നിന്റെ തോന്നലാ കീർത്തി. അവൾ വരും. ഇല്ലെങ്കിൽ ആരെ കൊന്നിട്ടായാലും അവളെ ഇങ്ങോട്ട് കൊണ്ടുവരും. അതുപോലൊരു വീട്ടിൽ അവളെ എങ്ങനെ കഴിയാനാ?
ഈ വീട്ടിലുള്ള സുഖ സൗകര്യങ്ങളുടെ പകുതി പോലും അവിടെയില്ല. ഞങ്ങൾക്ക് വേണം ഞങ്ങളുടെ ആ പഴയ കുഞ്ഞിയായി. അതിനുവേണ്ടി എന്തും ചെയ്യും. എന്തോ ആലോചിച്ച് തീരുമാനിച്ചുറപ്പിച്ച് അതും പറഞ്ഞ് ദീക്ഷിത്ത് കയ്യിലുള്ള സിഗരറ്റ് ഹാഷ്ട്രോയിൽ കുത്തിക്കെടുത്തി. ഡേവിഡ് പോയതും മിത്ര ഒരു ആശ്വാസത്തിന് വേണ്ടി ഫോൺ എടുത്ത് രാധുവിനെ വിളിച്ചു. എന്നാൽ ഇതേ സമയം തൻ്റെ റൂമിലിരുന്ന് അപ്പുറത്തെ ബാൽക്കണിയിലിരുന്ന് ഫോൺ ചെയ്യുന്ന ധ്യാനിനെ വായി നോക്കുകയായിരുന്നു രാധു. ഫോൺ റിങ് ചെയ്തതും ഈർഷ്യയോടെ ഫോൺ കയ്യിലെടുത്തതും മിത്രയുടെ പേര് സ്ക്രീനിൽ തെളിഞ്ഞത് കണ്ടതും വേഗം കോൾ അറ്റൻഡ് ചെയ്തു. ഒടുക്കത്തെ ടൈമിംഗ് ആണല്ലോ മിത്ര നിനക്ക്. ഓ മതിയടി പിശാച്, ആ പാവം സാറിന്റെ ചോര ഊറ്റിയത്. അല്ല, നിന്റെ സൗന്ദര്യത്തിന് മാറ്റം ഒന്നുമില്ല. ചില കഥ കാര്യം പറഞ്ഞിട്ട് കഴുതേ. രാധ ഫോണിലൂടെ ദേഷ്യപ്പെടുത്തും മിത്രന്ന് നടന്ന സംഭവമില്ല അവളോട് വള്ളി പുള്ളി തെറ്റാതെ പറഞ്ഞു കൊടുത്തു. നാണുണ്ട നിന്റെ വീട്ടുകാർക്ക്? അതൊന്ന് കേൾക്കാൻ പോലും ചെയ്യാതെ നിന്നെ ഇറക്കി വിട്ടിട്ട് ഇപ്പൊ കാല് പിടിക്കാൻ വന്നിരിക്കുന്നു. ഞാനെങ്ങാനും ആയിരുന്നെങ്കിൽ മൂറ്റടിക്കുന്ന ചൂലെടുത്ത് ആട്ടി വിട്ടിരുന്നു. മിത്ര പറഞ്ഞത് കേട്ട് രാധ ദേഷ്യത്തിൽ പറഞ്ഞുവെങ്കിലും മിത്രയൊന്നും തിരിച്ചു പറയാൻ പോയില്ല. അതുപോട്ടെ, ആ ദുർവാസാവ് എന്ത് പറഞ്ഞു? രാധു ദേവിഡിനെ പറഞ്ഞത് കേട്ട് മിത്ര കടുപ്പിച്ച് വിളിച്ചു. സോറിടാ, ഞാൻ അറിയാതെ വിളിച്ചു പോയതാ. ഇനി വിളിക്കില്ല. ഇനി നീ എൻ്റെ അച്ഛൻ അങ്ങനെ വിളിച്ചാലുണ്ടല്ലോ, ഞാനും നീയായിട്ടുള്ള കൂടി ഞാൻ വിടും. ഓ, ഞാൻ ഇനി നിന്റെ അച്ഛൻ അങ്ങനെ വിളിക്കില്ല. പോരെ? അതൊക്കെ പോട്ടെ. എന്നിട്ട് നിന്റെ ഇച്ഛായൻ എന്ത് പറഞ്ഞു? എന്ത് പറയാൻ? നീ എന്തിനാ അവരോട് അങ്ങനെയൊക്കെ സംസാരിച്ചത്? ഒന്നുമില്ലെങ്കിലും അവർ നിന്റെ അച്ഛനും ഏട്ടന്മാരല്ലേ. അവരുടെ തെറ്റ് മനസ്സിലാക്കി അവർ മാപ്പ് ചോദിച്ചില്ലേ? അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു. എന്തോ നാടി നിന്റെ ഇച്ഛായൻ അങ്ങനെ? എന്താടി? ഒന്നുമില്ല. വീണ്ടും അവരുടെ സംസാരം പല വിഷയങ്ങളിലൂടെയും നീണ്ടുപോയി. താഴേന്ന് ശോഭ രാധുവിനെ ഫുഡ് കഴിക്കാൻ വിളിച്ചപ്പോഴാണ് കോൾ അവസാനിപ്പിച്ചത്. ഫോൺ വെച്ചതും മിത്ര മുഖമൊന്ന് അമർത്തി തുടച്ച് റൂമിന് വെളിയിലേക്ക് നടന്നു. ആളിൻ്റെ അനിയും കുഞ്ഞുണ്ണിരിക്കുന്നത് കണ്ടതും മിത്രയുടെ അടുത്തേക്ക് പോയിരുന്നു. അല്ല, ഇതെന്ത് ഇവിടെ ഇരിക്കുന്നത്? ഒന്നുമില്ല, ഞങ്ങൾ ശരിക്കും പേടിച്ച് ചെടുതി പോവോന്ന്. പോവാതെ ഇരുന്നപ്പോഴാ സന്തോഷമായത്. മതി, ഇനി ഇവിടെ ഇരിക്കാതെ അപ്പച്ചനെ നിങ്ങളുടെ ചേട്ടായി വിളിച്ച് വാ, നമുക്ക് ഭക്ഷണം കഴിക്കാം. സമയം ഒത്തിരിയായി. ആ വിഷയത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ മിത്ര അതും പറഞ്ഞ് വേഗം കിച്ചണിലേക്ക് നടന്നു. പതിവ് പോലെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാവരും ഓരോ തമാശ പറഞ്ഞിരുന്നാണ് കഴിച്ചത്. കുറച്ചു മുമ്പ് നടന്ന കാര്യങ്ങളെല്ലാം എല്ലാവരും മറന്നതായി നടിച്ചു. ഡേവിഡ് മാത്രം എന്നത്തെയും പോലെ അധികം സംസാരിക്കാതെ അവർ പറയുന്നതെല്ലാം കേട്ട് വേഗം ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റ് പോയി. എല്ലാവരും കിടക്കാൻ പോയതും മിത്ര തൻ്റെ റൂമിലേക്ക് പോയപ്പോഴാണ് ഡേവിഡ് ഹാളിൽ ഫോണും നോക്കിയിരിക്കുന്നത് കണ്ടത്. ഈ ചായ? മിത്ര അവൻ്റെ അരികിലേക്ക് പോയി വിളിച്ചതും ഡേവിഡ് തലയുയർത്തി അവളെ നോക്കി. സോറി ചായ. എന്തിന് ദേവാ? അത് പിന്നെ നേരത്തെ അങ്ങനെയൊക്കെ ചാനോട് പറഞ്ഞതിന്. നിന്റെ ഉള്ളിലെ വിഷമം കൊണ്ടാണ് നീ അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് എനിക്കറിയാം. അതിനെന്തിനാ ദേവാ സോറി പറയുന്നത്? ഡേവിഡ് അവളെ മനസ്സിലാക്കിയത് ആലോചിച്ച് മിത്രയ്ക്ക് സന്തോഷം തോന്നി. ഐ ലവ് യു ചായ. പെട്ടെന്നുള്ള സന്തോഷത്തിൽ മിത്ര അവൻ ഇറുകപ്പെടുന്ന് ഡേവിഡിന്റെ കവളിൽ അമർത്തി ചുംബിച്ച് റൂമിലേക്ക് ഓടി. ഡേവിഡ് ആണെങ്കിൽ മിത്രയുടെ പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ അവിടെ തറഞ്ഞിരുന്ന് പോയി. റൂമിലെത്തിയ മിത്ര ഡോർ ലോക്ക് ചെയ്ത് ബെഡിലിരുന്നു. ഡേവിഡിനെ ചുംബിച്ചതോർക്ക് നാണത്തോടെ അവൾ ബെഡിലേക്ക് കിടന്നു. രാധു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് മുകളിലെ ബാൽക്കണിയിൽ ഇരിക്കുമ്പോഴാണ് അപ്പുറത്തെ വീടിന് മുന്നിൽ ഒരു ടാക്സി വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടത്. ഏന്തിക്കുത്തി അപ്പുറത്തേക്ക് നോക്കിയ രാധു കാണുന്നത് ധ്യാന്റെ വീടിന് മുന്നിൽ വന്നു നിന്ന ടാക്സിയിൽ നിന്നും ബാഗും വലിച്ചിറങ്ങി വരുന്ന ഒരു പെണ്ണിനെ കണ്ടു. അവളുടെ നെറ്റി ചുളിഞ്ഞു. ഇരുട്ടായതുകൊണ്ട് അവൾക്ക് മുഖം വ്യക്തമായി കാണാൻ കഴിഞ്ഞില്ല. ആ പെണ്ണ് ഓടിപ്പോയി അവളുടെ അടുത്തേക്ക് വന്ന് ധ്യാനെ കെട്ടിപ്പിടിക്കുന്നതും അവൻ ചിരിയോടെ ആ പെൺകുട്ടിയെയും ചേർത്ത് പിടിച്ച് ഉള്ളിലേക്ക് പോകുന്നതും കണ്ട് രാധു ആരാണെന്ന സംശയത്തിൽ നഖവും കടിച്ച് അവിടെ ഇരുന്നു. നിന്നെപ്പോലൊരു മരം കയറിയ പ്രേമിക്കാനൊന്നും എന്നെ കിട്ടില്ല. എനിക്ക് വേറെ ഒരുത്തി ഇഷ്ടം. പെട്ടെന്ന് ധ്യാൻ കഴിഞ്ഞ ദിവസം തന്നോട് പറഞ്ഞത് രാധുവിന് ഓർമ്മ വന്നതും അവൾ ടെൻഷനോടെ നഖം കടിച്ചിരുന്നു. എൻ്റെ കണ്ണ, ഇനി അന്ന് പറഞ്ഞ പെൺകുട്ടി ആവുമായി വന്നത്? അപ്പൊ അങ്ങനെ വെറുതെ പറഞ്ഞതല്ലായിരുന്നോ? ആ പെണ്ണിനാ ഈ പാതിരാത്രി കെട്ടിയെടുത്തത്? ഉള്ള സമാധാനം പോയില്ല എൻ്റെ കണ്ണ. രാധു ഒന്നുകൂടെ ആ വീട്ടിലേക്ക് നോക്കി റൂമിലേക്ക് പോയി കിടന്നുവെങ്കിലും അന്ന് അവൾ നിദ്ര കടാക്ഷിച്ചില്ല. രാവിലെ രാധു കോളേജിലേക്ക് പോകാൻ റെഡിയായി ശോഭയോട് യാത്ര പറഞ്ഞ് മുറ്റത്തേക്ക് ഇറങ്ങിയതും കണ്ടു ധ്യാന്റെ കൂടെ ബൈക്കിലിരുന്ന് പോകുന്ന ആ പെണ്ണിന്. എന്നെ കൊണ്ടുപോകുമെന്ന് ചോദിച്ചപ്പോൾ എന്തൊരു ചാടിയായിരുന്നു. ഞാൻ എൻ്റെ ബൈക്കിൽ കണ്ടവന്മാരെയൊന്നും കയറ്റില്ലെന്ന്. അപ്പം അവളെന്താ പെണ്ണല്ലേ? അവർ പോകുന്നത് കണ്ട് കുശുമ്പ് കുത്തി ചവിട്ടിത്തുള്ളി രാധു മുന്നോട്ട് നടന്നതും പെട്ടെന്നാണ് അവളുടെ മുന്നിൽ ഒരു ബൈക്ക് വന്ന് ബ്രേക്ക് ഇട്ട് നിന്നത്. എവിടെ നോക്കിയാടോ വണ്ടി? സോറി, ചേട്ടനായിരുന്നോ?
ഒക്കെ കൂടിയായ ദേഷ്യത്തിൽ തെറി വിളിക്കാൻ വന്ന രാധു ബൈക്കിലിരിക്കുന്ന അവരുടെ സീനിയർ ചേട്ടനെ കണ്ട് തിരുത്തി പറഞ്ഞു. അനുരാധ ഇനിയും പോയില്ലേ? ഇല്ല ചേട്ടാ, ഇപ്പൊ ഇറങ്ങിയുള്ളൂ. ആ എന്നാ കയറിക്കോ, ഞാൻ കോളേജിലേക്കാ. ഓ കാട്ടുകോഴി, ഇന്നലെ അങ്ങേരെ കാണിക്കാൻ കയറിയതാ, അതെനിക്ക് തന്നെ പാരയായില്ല എന്നെ കാണാ. അയ്യോ അത് ബുദ്ധിമുട്ടാവില്ലേ ചേട്ടാ? എനിക്കെന്ത് ബുദ്ധിമുട്ട്, താൻ കയറിടും. എൻ്റെ രാധു നോക്കി നിൽക്കാതെ കയറിക്കോ. ഈ കോഴിക്ക് ഇത്തിരി അരിമണി കൊടുത്താലെന്താ, നടക്കാതെ കോളേജ് വരെ എത്താലോ. ഇതാകുമ്പോൾ പശുവിൻ്റെ ചൊറിച്ചിലും മാറും, കാക്കയുടെ വയറും നിറയും. രാധു സ്വയം ചിന്തിച്ച് കണക്ക് കൂട്ടി അവരെ നോക്കി ചിരിച്ച് ബൈക്കിൽ കയറിയിരുന്നു. താങ്ക്സ് ചേട്ടാ, ബായ്. കോളേജിലെത്തിയതും അവർ വിഷ്ണുവിനോട് യാത്ര പറഞ്ഞ് ക്ലാസ്സിലേക്ക് നടന്നു. സ്റ്റാഫ് റൂമിന് മുന്നിലെല്ലാം കണ്ടു നിന്ന ധ്യാൻ ദേഷ്യത്തിൽ അവിടുന്ന് ചവിട്ടിത്തുള്ളി മുന്നോട്ട് നടന്നു. മിത്ര, ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുന്ന മിത്രയെ കണ്ട് രാധവളെ തോണ്ടി പിടിച്ചു. എന്താടി? മിസ് കേൾക്കാതിരിക്കാൻ ശബ്ദം താഴ്ത്തിക്കൊണ്ട് മിത്ര ചോദിച്ചു. ഞാൻ പറഞ്ഞതൊക്കെ കേട്ടിട്ട് നീ എന്താടി മിണ്ടാതെ ക്ലാസ് ശ്രദ്ധിച്ചിരിക്കുന്നത്? മിത്രയുടെ ചോദ്യം കേട്ട് രാധു ചുണ്ടു കുറിപ്പിച്ച് അവളോട് പറഞ്ഞു. എൻ്റെ രാധു, അത് സാറ് സ്നേഹിക്കുന്ന പെൺകുട്ടിയാണെന്ന് എന്താ ഉറപ്പ്? ആദ്യം നീ സാറിനോട് തന്നെ ചോദിച്ചു നോക്ക്, എന്നിട്ട് ഉറപ്പിക്കാം. മിത്ര പറഞ്ഞത് കേട്ട് എന്തോ ആലോചിച്ച് അമർത്തി മൂളി രാധു ഡെസ്കിൽ തലവെച്ച് കിടന്നതും മിത്ര ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരുന്നു. ഇന്റർവെല്ലായത് രാധു മിത്രയും വലിച്ച് ക്ലാസ്സിന് പുറത്തേക്ക് നടന്നു. ഡി, സാറത് അവിടെയുണ്ട്, നീ പോയി ചോദിക്ക്, ഞാനിവിടെ നിൽക്കാം. കോറിഡോറിന്റെ അടുത്ത് ഫോണിൽ നോക്കി നിൽക്കുന്ന ധ്യാനിനെ കാണിച്ചു കൊടുത്തുകൊണ്ട് മിത്ര രാധവിനോട് പറഞ്ഞതും അവൾ ശരിയെന്ന രീതിയിൽ തലയാട്ടിക്കൊണ്ട് അവൾക്ക് അരികിലേക്ക് നടന്നു. മാഷേ. പെട്ടെന്നുള്ള വിളി കേട്ടതും ഫോണിൽ നിന്നും മുഖമുയർത്തി നോക്കിയ ധ്യാൻ മുന്നിൽ ഇടിച്ചുകൊണ്ട് നിൽക്കുന്ന രാധവനെ കണ്ട് നെറ്റിച്ചു വിളിച്ചു നോക്കി. എന്താണ് രാധ? അത് മാഷിന് സുഖല്ലേ? എന്റെ സുഖവിവരം അന്വേഷിക്കാതെ കാര്യം എന്താന്ന് പറയടി. കോഴിക്ക് മുട്ടയിടാൻ പോലുള്ള രാധുവിന്റെ എക്സ്പ്രഷൻ കണ്ട് ധ്യാന ശബ്ദം കഴിപ്പിച്ച് അവളോട് പറഞ്ഞു. അതെ, അത് പിന്നെ മാഷിന്റെ കൂടെ രാവിലെ കണ്ട പെണ്ണില്ലേ, അതാരാ? ഓ, അതറിയാനാണല്ലേ. അവൾ ആരായാലും നിനക്കെന്താ? എൻ്റെ കൂടെ അങ്ങനെ പലരും കാണും, അതൊന്നും നീ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. പിന്നെ എൻ്റെ കൂടെ ഉള്ളത് എന്തായാലും എനിക്ക് വേണ്ടപ്പെട്ട ഒരാളാണ്. അപ്പോൾ ആ സാറാണോ സാറ് സ്നേഹിക്കുന്ന കുട്ടി? ആണെങ്കിൽ ഒന്ന് പറഞ്ഞിട്ട് പോവാം മാഷേ. അതെ, ഞാൻ സ്നേഹിക്കുന്ന കുട്ടി, അത് പേര് ദിയ, വിവാഹം ഉടനുണ്ടാകും. അതും പറഞ്ഞ് രാധവിൻ്റെ നിറകണ്ണിലേക്ക് നോക്കി പുച്ഛിച്ചുകൊണ്ട് ധ്യാൻ അവിടുന്ന് പോയതും രാധു വാശിയോടെ നിറഞ്ഞ കണ്ണുകൾ തുടച്ച് മിത്രക്കരികിലേക്ക് നടന്നു. എന്തായിടി? രാധുവിനെ കണ്ടതും മിത്ര ആകാംക്ഷയോടെ കാര്യങ്ങൾ തിരക്കിയതും രാധു എല്ലാം മിത്രയോട് പറഞ്ഞു. സാരല്ലടി, വിട്ടുകള, നീ സങ്കടപ്പെടണ്ട. സാറിന് വേറൊരു ഇഷ്ടമുള്ള സ്ഥിതിക്ക് ഇനി നീ സാറിനെയും മനസ്സിൽ കൊണ്ട് നടന്ന് സ്വയം വേദനിക്കണ്ട. അതിനാർക്കും വിഷമം. അങ്ങനെ അങ്ങ് തോറ്റു കൊടുക്കാൻ ഇനി അനുരാധയെ കിട്ടില്ല. അങ്ങേര് പോയ അങ്ങയുടെ അനിയൻ, അത്രയേ ഉള്ളൂ. മൂക്ക് വലിച്ച് കണ്ണുനീർ തുടച്ച് ഫോണും കയ്യിലെടുത്ത് നമ്പർ ഡയൽ ചെയ്തുകൊണ്ട് രാധു പറഞ്ഞതും മിത്ര അവൾ എന്താ ചെയ്യാൻ പോകുന്നെന്ന് അറിയാതെ കിളി പാറി നിന്നു.